നമസ്തേ. ടാരോ ടോക്ക് വിത്ത് അനിത എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ കറണ്ട് എനർജി എന്താണെന്നും യൂണിവേഴ്സ് നിങ്ങളോട് എന്താ പറയുന്നതെന്നും നിങ്ങൾക്ക് എന്താ മുന്നിൽ ലഭിക്കുക എന്നുള്ള 3 കാർഡാണ് നോക്കിയിരിക്കുന്നത്. ഫസ്റ്റ് വന്നിട്ട് ദ മൂൺ എന്ന് പറഞ്ഞൊരു കാർഡാണ്. ഈ മൂൺ എന്ന് പറഞ്ഞ കാർഡ് നമ്മൾ ഇതിനു മുമ്പ് ഈ അടുത്ത ദിവസം ഇതേപോലത്തെ എനർജിയുള്ള വേറൊരു കാർഡും കിട്ടിയിരുന്നു. ഇത് കുറച്ചൊരു ഒരു ഭയത്തിൻ്റെ ഒരു ഫീലിംഗ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതെന്നാണ് കാണിക്കുന്നത്. ചിലപ്പോൾ ഭാവിയെക്കുറിച്ചുള്ള ഒരു ആശങ്കയാണോ അതോ ബന്ധങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ പാർട്ട്ണറോടോ അല്ലെങ്കിൽ ആരോടൊക്കെയോ ഉള്ളൊരു ഭയം അത് കാണിക്കുന്നു. അല്ലെങ്കിൽ ആരോഗ്യത്തിനെ പറ്റിയിട്ടുള്ളൊരു ആശങ്ക, എന്തോ ഒരു ഭയം. ഇത് എല്ലാം കൂടെ ഒരാളിൽ വരുന്നു എന്നല്ല, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ ചിലർക്കെങ്കിലും എന്തൊക്കെയോ ഒരു ഭയം ഉള്ളൊരു കാലഘട്ടമായിട്ടാണ് കാണിക്കുന്നത്. നമുക്ക് യൂണിവേഴ്സ് എന്താ പറയുന്നതെന്ന് നോക്കാം. യൂണിവേഴ്സ് പറയുന്നത് 10 ഓഫ് സോഡ്സ് എന്ന് പറഞ്ഞൊരു കാർഡാണ്. 10 ഓഫ് സോഡ്സ് പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞ ഭയം അതെല്ലാം അതിൻ്റെ അവസാന കാലഘട്ടമാണ്. നിങ്ങളത് ആ ഒരു പേസ് നിങ്ങളുടെ കഴിഞ്ഞു. അപ്പോൾ ഇനി പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആ ദുഃഖങ്ങളോ ദുരന്തങ്ങളോ എന്താണ് നിങ്ങളെ വേട്ടയാടുന്ന ആ വേദനിപ്പിക്കുന്ന ആ ഭയത്തിൻ്റെ ഓർമ്മകളുടെ ആ സമയം കഴിഞ്ഞു എന്നാണ് കാണിക്കുന്നത്. അതിനെ ഇനി പുതിയ ഫേസിലേക്ക് നിങ്ങൾ നീങ്ങുകയാണ്. എന്തൊക്കെയാണെങ്കിലും ചിലപ്പോൾ ആ വൂണ്ടുകളുടെ ചെറിയ ബാക്കി ചിലപ്പോൾ കണ്ടേക്കാം, ചെറിയ വേദനകളോ ഒരു ആശങ്കയൊക്കെ കണ്ടേക്കാം. പക്ഷേ എന്തായാലും ആ ഒരു കാലഘട്ടം അവസാനിച്ചു, പുതിയൊരു ഷിഫ്റ്റ് വരികയാണ്. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്താണ് നിങ്ങൾക്ക് ലഭിക്കുക എന്ന് ചോദിക്കുമ്പോൾ ക്യൂൻ ഓഫ് സോഡ്സ് ആണ് പറയുന്നത്. ക്യൂൻ ഓഫ് സോഡ്സ് എന്ന് പറഞ്ഞാൽ വാളുകളുടെ രാജ്ഞി എന്താ പറയുന്നത്? നിങ്ങൾക്ക് സ്വാതന്ത്ര്യം, ഒരു വ്യക്തമായ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ വ്യക്തമായ പരിധികളെ നിശ്ചയിക്കാനുള്ളൊരു കഴിവ്, വ്യക്തമായ ആശയവിനിമയത്തിനുള്ളൊരു കഴിവ്, പക്ഷഭേദമില്ലാതെ തീരുമാനങ്ങൾ എടുക്കാനുള്ളൊരു കഴിവ്, അങ്ങനെയുള്ള പലതരം കരുത്താർജിച്ച ഒരു വ്യക്തിയായി തീരും. യുക്തിയും ആന്തരിക ശക്തി ഉപയോഗിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു പവറിലേക്ക് എത്താനുള്ള വ്യക്തികളാണ്. അപ്പം നിങ്ങൾ ഈ ഭയങ്ങളെ ഉപേക്ഷിക്കുക. കാലഘട്ടം മാറി, നിങ്ങളുടെ ആ ഒരു വേദനയുടെ കാലഘട്ടത്തിൻ്റെ അവസാനമായി എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് റെസനേറ്റ് ചെയ്യുന്നവർ 888 ഐ ക്ലെയിം ദിസ് എനർജി എന്ന് പറഞ്ഞൊരു കമൻ്റ് ഇടുക, ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിനെ മറികടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ആരുടെ അടുത്തെങ്കിലും ഒരു അഡ്വൈസ് നേടുക. ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു വെരി മച്ച്.